സ്തോത്രം ചെയ്ത് പഠിപ്പിക്കുന്ന അധ്യാപകനെ സാറിനായി സ്തോത്രം ബലപ്പെടുത്തണം, ശക്തീകരിക്കുമാറാകണം. പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവം മാനിക്കുമാറാകണം. കർത്താവിന്റെ വൈകിട്ട് അധ്വാനിപ്പാൻ ദൈവമക്കളെല്ലാം ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി ചെയ്യണം. മഹത്വം അങ്ങേക്ക് വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ധന്യതര നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ദൈവനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നാപകനായ യോഹന്നാൻ യേശുവിനെ സ്നാനിക്കുന്ന ആ സംഭവം, തുടർന്ന് യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ആ സംഭവം, അത് നമ്മൾ പഠിച്ച് തുടങ്ങിയുണ്ടായി. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരീക്ഷകളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പരീക്ഷകൾ, പ്രധാനമായും 5 വിധത്തിലുള്ള പരീക്ഷകൾ, പരിശോധനകൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, മനുഷ്യർ മനുഷ്യരെ പരീക്ഷിക്കുന്നു. ശലോമോന്റെ അടുക്കൽ വന്ന ഷേബയിലെ രാജ്ഞി ശലോമോന്റെ ജ്ഞാനത്തെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷന്മാരും മറ്റും യേശുവിന്റെ അടുക്കൽ വന്ന് യേശു ഒരു മനുഷ്യനായി ജീവിച്ച സമയത്ത് പരീക്ഷിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ മനുഷ്യർ മനുഷ്യരെ പരീക്ഷിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നു. മനുഷ്യർ തങ്ങളെ തന്നെ ശോധന ചെയ്യുന്നതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. അത് തികച്ചും ആവശ്യമായ കാര്യമാണ്. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം, ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്യുന്നുവെങ്കിൽ, നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നുവെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സാർത്ഥകമായി ജീവിതം നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത്, മനുഷ്യർ ദൈവത്തെ പരീക്ഷിക്കുന്നു. മനുഷ്യർ ദൈവത്തെ പരീക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തതയിലും ദൈവത്തിന്റെ പര്യാപ്തതയിലും വിശ്വാസമില്ലാതെ സംശയിക്കുന്നവരായി മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പലപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതാണ് മനുഷ്യർ ദൈവത്തെ പരീക്ഷിക്കുന്ന സംഭവം. അതാവുന്ന നമ്മൾ പറഞ്ഞത്, ദൈവം തന്റെ ജനത്തെ വിശ്വാസത്തിന്റെ പരിശോധന കഴിക്കുന്നു. വിശ്വാസത്തിന്റെ ശോധന കഴിക്കുന്നു. ചിലപ്പോൾ ചില കഷ്ടതകളിൽ കൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാൻ ദൈവം നമ്മെ, റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ ചില കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ദൈവം നമ്മൾക്ക് വിശ്വാസത്തിന്റെ ശോധന കഴിക്കുന്നതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അവിടെ പിന്മാറിപ്പോകാതിരിക്കുവാൻ, പരീക്ഷ 2 നിലയിലാണ് ഞാൻ പറഞ്ഞത്. സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളുണ്ട്, അതല്ല, കഷ്ടതകളുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ പോലും കഷ്ടതയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയിലും പര്യാപ്തതയിലും
സംശയിക്കാതെ, അധൈര്യപ്പെടാതെ ഉറപ്പും ധൈര്യവുമുള്ളവരായി പോകുവാൻ സാധിക്കുന്നത്. അങ്ങനെ കഷ്ടം സഹിക്കുന്ന അനുഭവത്തെ പറ്റിയാണ് പറയുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ഒന്നിനും സാധിക്കത്തില്ല. കഷ്ടതയാട്ട്, പട്ടിണിയാട്ട്, ആപത്താട്ട്, ഉപദ്രവമാട്ട്, നഗ്നതയാകട്ടെ, വാളാകട്ടെ, എന്ത് തന്നെ വന്നാലും അവിടെ ആ കഷ്ടം സഹിക്കുവാൻ പ്രേരകമാകുന്നത് എന്താണ്? അവിടെ പറയുന്നുണ്ട്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. ആ കഷ്ടത സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്നുമാണ്. സ്നേഹത്തിന്റെ ആ പരിശോധന, അതിൽ വിജയിക്കുന്നവർക്ക് ജീവകിരീടം നൽകുന്നതായിട്ട് യാക്കോബ് അവിടെ പറയുകയാണ്. അപ്പം 4-ാമത്തെ പരീക്ഷ, ദൈവം തന്റെ ജനത്തെ വിശ്വാസത്തിന്റെ ശോധന ചെയ്യുന്നു. 5-ാമത്, സാത്താൻ ദൈവജനത്തെ പരീക്ഷിക്കുന്നു. ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഇയ്യോബിന്റെ ഉദാഹരണം. പക്ഷെ സാത്താൻ ദൈവജനത്തെ പരീക്ഷിക്കുമ്പോൾ സാത്താന് തോന്നിയതുപോലെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. സാത്താന് തോന്നിയതുപോലെ നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഓരോ വേലികൾ പൊളിച്ചു കൊടുക്കുന്ന, അനുവദിച്ചു കൊടുക്കുന്ന, തുറന്നു കൊടുക്കുന്ന ആ മതിലുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു. അതിനപ്പുറം പോകുവാൻ അവന് സാധിക്കുന്നില്ല. ഒടുവിലായിട്ട് പറയുന്നുണ്ട്, അവനെ പ്രാണനെ തൊട്ടുപോയേക്കരുത്, അവന്റെ ശരീരം വരെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കൊക്കെ ഒരു പാഠമാകുവാൻ വേണ്ടി ഇയ്യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ പരീക്ഷകൾ ഉണ്ടാകുന്നത്, ദൈവം, സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നത് ദൈവം അനുവദിച്ചിട്ടുള്ള നിലയ്ക്ക് അപ്പുറം പോകാനൊക്കത്തില്ല. നിങ്ങൾക്ക് സഹിക്കാവുന്നതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് സംഭവിക്കില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താങ്ങാവുന്നതിൽ കൂടുതലൊന്നും നമ്മുടെ തലയിലോട്ട് നമ്മുടെ അപ്പൻ വെക്കുവാൻ അനുവദിക്കത്തില്ല. എന്നാൽ സാത്താൻ ഈ ലോകത്തായിരിക്കുമ്പോൾ ചില പരീക്ഷകളുമായിട്ട് അടുത്തു വരും. അപ്പോൾ ഇങ്ങനെ 5 വിധത്തിലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ പരിശോധനകളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ചാണ് ആദ്യമായിട്ട് പഠിക്കുവാൻ പോകുന്നത്. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ച് ഞാൻ അവിടെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന മത്തായി 4-ന്റെ 1 മുതൽ 11 വരെയും, ലൂക്കോസ് 4-ന്റെ 1 മുതൽ 13 വരെയും, മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിലും യേശുവിനുണ്ടായ ആ പരീക്ഷയെ പറ്റി പറയുന്നുണ്ട്. യേശു ജ്ഞാനമേറ്റ ഉടൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തുന്നതും, തുടർന്ന് 40 ദിവസം ഉപവാസത്തിലായിരുന്ന യേശുവിനെ പിശാച് പരീക്ഷിച്ചതിനെ പറ്റി ഗോസ്പൽ റൈറ്റേഴ്സ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സംബന്ധിച്ച് പ്രസ്താവിക്കുവാനായി യേശു സ്നാനമേൽക്കുവാൻ യോഹന്നാന്റെ അടുക്കൽ വരുന്നത് തുടങ്ങി വിവരിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ഇൻസേർഷൻ, ഒരു ഒരു ഉൾച്ചെലുത്ത് എന്ന പോലെ ആ യോഹന്നാന്റെ അടുക്കൽ വരുന്നത് തുടങ്ങി അത് തുടർന്നുള്ള ആ സംഭവം പ്രസ്താവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇൻസേർഷൻ ആയിട്ട് യേശുവിന്റെ വംശാവലി ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു, യോഹന്നാൻ സ്നാനമേൽക്കാൻ വരുന്നു, പിന്നെ പരീക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എന്താണ് അതിന്റെ പ്രസക്തി എന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ അവിടെ കാണുന്ന ആ വംശാവലി യേശുവിൽ തുടങ്ങി ആദാമിൽ ചെന്ന് നിൽക്കുന്നു. ആദാമിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ പറയുകയാണ്, ആദാം ദൈവത്തിന്റെ മകൻ. പലതവണ ഞാൻ പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുക, ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ ഉടൻ പിന്നെ കാണുന്നത് യേശുവിന് നേരിടേണ്ടി വന്ന പരീക്ഷകളാണ്. ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, പരാജയപ്പെട്ട ഒന്നാം മനുഷ്യനായ ആദാമിനെ ഓർമ്മിപ്പിച്ച ശേഷം, തൊട്ടടുത്തായിട്ട് വിജയിയായ 2-ാം മനുഷ്യനായി യേശുവിനെ ലൂക്കോസ് വരച്ചു കാട്ടുകയാണ്. യേശുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്ന പരീക്ഷ പിതാവിന്റെ ഹിതമായിരുന്നു. യേശുവിനെ അനുഭവിക്കേണ്ടി വന്നത് പിതാവിന്റെ ഹിതപ്രകാരമായിരുന്നു. ദൈവം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു.
മത്തായി 4:1 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. മത്തായി 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് എന്തിനാ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. മർക്കോസ് 1:12-13 വാക്യങ്ങളിലും, മർക്കോസ് 1:12-13 വാക്യങ്ങൾ അവിടെ ആരംഭിക്കുന്ന ഇങ്ങനെ: അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. നോക്കുക, ദൈവഹിതപ്രകാരം പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടതിന് യേശു എന്ന യഥാർത്ഥ മനുഷ്യനായി ജഡമെടുത്ത ദൈവപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ശ്രദ്ധിക്കണം, ഇത് മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമിക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വലിയൊരു ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മരുഭൂമി അവർക്ക് മറക്കുവാൻ സാധിക്കില്ല. അവരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ വെച്ച് അവരുടെ പിതാക്കന്മാർക്ക് വിശന്നപ്പോൾ, അവർക്ക് ദാഹിച്ചപ്പോൾ, അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ തള്ളിപ്പറഞ്ഞ് പാപം ചെയ്തു. മുമ്പ് ഞാനതാ പറഞ്ഞത്, മരുഭൂമിയിൽ വെച്ച് ജനം ദൈവത്തെ പരീക്ഷിച്ചു. പലയിടത്തും ദൈവത്തെ പരീക്ഷിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അവരുടെ പിതാക്കന്മാർ ദുർമോഹികളായി മരുഭൂമിയിൽ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ട് അനേകർ മരുഭൂമിയിൽ പട്ടുപോയി. മരുഭൂമിയിൽ വിശന്നവർ, മരുഭൂമിയിൽ ദാഹിച്ചവരുമായ പിതാക്കന്മാർ പരാജയപ്പെട്ട സ്ഥാനത്ത് ഇതാ ഒരു മരുഭൂമിയിൽ 40 ദിവസം ഒരു യൗവനക്കാരൻ ഉപവാസത്തോടുകൂടി, ആഹാരം കഴിക്കാതെ ഉപവാസത്തോടുകൂടിയായിരുന്നു. യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നത് ഇസ്രായേൽ മക്കൾക്കുണ്ടായ ആ പരീക്ഷയുടെ തികച്ചും സമാനമായ ഒരു സാഹചര്യത്തിൽ മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചുമിരിക്കുമ്പോൾ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാർ പരാജയപ്പെട്ട ഇടത്ത് യേശു എന്ന ഇസ്രായേല്യൻ പരീക്ഷയിൽ വിജയിക്കുന്നതാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. മത്തായിയും ലൂക്കോസും അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മർക്കോസ് വളരെ ചുരുക്കമായി പറയുന്നതേ ഉള്ളൂ. മത്തായി 4-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലും യേശു എന്ന ഇസ്രായേല്യൻ പിശാചിന്റെ പരീക്ഷകളെ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ പിശാചിനെ പരാജയപ്പെടുത്തുന്നത് മത്തായിയും ലൂക്കോസും എഴുതിയിരിക്കുകയാണ്. യേശുവിനെ പരീക്ഷിച്ച് പിശാച് മുന്നോട്ട് വെക്കുന്ന ഓരോ പ്രലോഭനങ്ങളെയും ഇസ്രായേലിന് നൽകപ്പെട്ട ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു തള്ളിക്കളയുന്നത്. ഉദാഹരണത്തിന്, പരീക്ഷകൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു എന്താ പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതാണ് യേശു അവിടെ ഉദ്ധരിക്കുന്നത്. വീണ്ടും പരീക്ഷിക്കുവാനായി പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി, യെരുശലേമിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവിടെ നിർത്തിയിട്ട് അവനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നത്? 91-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ ഉദ്ധരിച്ച് അവിടെ പറയുകയാണ്. അപ്പൊ യേശു വചനം പറഞ്ഞപ്പം പിശാചും വചനം പറയുക. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമ്മളെക്കാൾ എല്ലാം ഈ വചനം നന്നായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിയാണ് പിശാച്.
വചനത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് പിശാച്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ ജീവിപ്പാൻ. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കണം. പിശാച് 91 സങ്കീർത്തനത്തിന്റെ 12 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പിശാച് പറയുക, യേശുവിനെ പ്രലോഭിപ്പിക്കുക, ദൈവവചനത്തെ അസ്ഥാനത്തുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വികലമായി വ്യാഖ്യാനിച്ചും പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ സംശയം ജനിപ്പിക്കുക, ദൈവത്തെ പരീക്ഷിക്കുക. ആദ്യം മുതലേ പിശാചിന്റെ ഒരു തന്ത്രമാണിത്. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ദൈവവചനത്തെ അസ്ഥാനത്തുപയോഗിച്ച് വികലമായി വ്യാഖ്യാനിച്ച് പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ സംശയം ജനിപ്പിച്ച് ദൈവത്തെ പരീക്ഷിക്കുക പിശാചിന്റെ പുരാതനമായൊരു തന്ത്രമാണ്. എന്നാൽ യേശു ഇവിടുത്തെ പരീക്ഷയിൽ പരാജയപ്പെടുന്നില്ല. ദൈവവചനം ഉദ്ധരിച്ച് അവൻ പറയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആവർത്തന പുസ്തകം 6:16 ഉദ്ധരിച്ചുകൊണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, ചാടാൻ താഴോട്ട് പറഞ്ഞ കാല് കല്ലിൽ തട്ടാതെ വണ്ണം താങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന വാസ്തവല്ലേ? വാസ്തവമാണ്. നമ്മുടെ ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരു സഹോദരൻ എൻ്റെ അയൽവാസിയാണ്. അദ്ദേഹം ഒരു കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ സ്ലിപ്പായി, അദ്ദേഹം താഴേക്ക് വീണു. പക്ഷേ എന്താണ്, ജനലിന്റെ ആ താഴെയുള്ള ആ സ്ലാബിൽ അദ്ദേഹത്തിന് നിൽക്കുവാൻ സാധിച്ചു. നഖമൊക്കെ ഇച്ചിരി മുറിഞ്ഞു, കാലൊക്കെ ഇച്ചിരി മുറിഞ്ഞു. പക്ഷെ താഴേക്ക് വീഴുന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പം ദൈവം തമ്പുരാൻ താങ്ങേണ്ടടുത്ത് താങ്ങും. നമ്മള് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആപത്ത് പറ്റാതെ താങ്ങുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ ഒരുത്തം മോളിൽ കയറിയിട്ട് ദൈവം താങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മലയുടെ മേളയിൽ നിന്ന്, അല്ല കെട്ടിടത്തിന്റെ മേളയിൽ നിന്ന് താഴോട്ട് ചാടിയാൽ അത് ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തെ പരീക്ഷിക്കുക. യേശു അന്ന് അങ്ങനെ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തവനെല്ലാം നരകത്തിൽ പോകാതിരിക്കാൻ ആർഗ്യുമെന്റ് പറയായിരുന്നു. നിന്നെ അന്ന് പിശാച് ചാടാൻ പറഞ്ഞപ്പോ നീ ചാടി, നിന്നെ ദൈവം സൂക്ഷിച്ചു, എന്നെ സൂക്ഷിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചത്തുപോയത്. ദൈവം താങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ജോയ് ബ്രദറിന് അറിയാം. അല്ല ജോയ് ബ്രദർ, വീഴാൻ പോയിടത്ത് ദൈവം താങ്ങി, താഴെ പോയില്ല. കാലൊക്കെ ഇച്ചിരി മുറിഞ്ഞു, ആ സ്ലാബേല് അദ്ദേഹത്തിന് പിടികിട്ടി, അവിടെ നിൽക്കാൻ പറ്റി. അപ്പൊ അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അടുത്തായിട്ട് പിശാച് പരീക്ഷിക്കുവാനായിട്ട് വീണ്ടും അടുത്ത് വരികയാണ്. എന്താണ്? ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വം കാണിച്ചു. എന്നിട്ട് പറയാ, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം, ഇതൊക്കെയും നിനക്ക് തരാം. എന്തൊക്കെ തരാമെന്നാ പറഞ്ഞത്? എന്ത് തരാമെന്നാ പറഞ്ഞേ? ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അല്ല മഹത്വത്തെ. അതെ, ഇതൊക്കെ എന്ന് പറയുന്നത് മകൾ പറഞ്ഞ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും നിനക്ക് തരാമെന്നാ പറഞ്ഞത്. വീണ് എന്നെ നമസ്കരിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അവയുടെ മഹത്വത്തെ നിനക്ക് തരാം. യേശു ആ പരീക്ഷയെ അതിജീവിച്ചു. കർത്താവിനോട് മറുപടി പറയുന്നത് ആവർത്തന പുസ്തകം 6:13 ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തന പുസ്തകം 6:13 അവിടെ ഉദ്ധരിച്ച് പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ന്യായപ്രമാണമാണ്.
നമ്മുടെ മലയാളം ബൈബിള് ഹീബ്രു നിന്ന് പരിഭാഷ ചെയ്തതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം എന്ന് കൽപ്പന കൊടുത്തിരിക്കുകയാണ്. അത് ഉദ്ധരിച്ച് ഇവിടെ പറയുമ്പോൾ പുതിയ നിയമത്തിൽ സെപ്റ്റ്വജന്റ്, അതായത് ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ പുതിയ നിയമ ഉദ്ധരണികളിൽ വാചക ഘടനയ്ക്ക് അല്പം വ്യത്യാസം വരും. ആശയം സെയിം തന്നെയാണ്. ആവർത്തന പുസ്തകം 6:13 ഉദ്ധരിച്ചുകൊണ്ട്, സെപ്റ്റ്വജന്റിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന എന്തായിരുന്നു? ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുത്. 5ാമത്തെ കൽപ്പന അപ്പനെ അമ്മേ. പറഞ്ഞ ആള് അനുസരിച്ച് കുറ്റത്തിന്റെ തോത് കൂടും. പറഞ്ഞ ആളൊരു സുശേഷകനാണ്. 5ാമത്തെ കൽപ്പനയാ. അപ്പൊ തെറ്റരുത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അതാണ് 1ാമത്തെ കൽപ്പന. അപ്പം വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവമായി തീരുകയാണ്. ഷാജിന്റെ തന്ത്രം നോക്കണം. ഷാജ് ദൈവവചനത്തെ മിസ്കോട്ട് ചെയ്തുകൊണ്ട്, തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ ഡിസീവ് ചെയ്യുവാൻ അല്ലെങ്കിൽ ചതിക്കുവാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നവനാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അങ്ങനെ പരിശ്രമിച്ചതാണ്. ഇന്നും അവന്റെ ഏജന്റുമാര് അതേ പണി തുടരുകയാണ്. ദൈവവചനത്തെ തെറ്റായി ഉദ്ധരിക്കുക. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു സന്ദേശത്തിൽ ഒരാൾ ഉദ്ധരിച്ച് കേട്ടതാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വളരെ വികലമായി വ്യാഖ്യാനിച്ച് സംസാരിക്കുക. 2 കൊരിന്ത്യർ 8:9 ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും എന്ന് പറയുമ്പോൾ യേശു എവിടെയായിരുന്നു സമ്പന്നനായിരുന്നത്? കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ദരിദ്രനായിരുന്നെന്ന് നമുക്കറിയാം. അവിടുന്ന് സമ്പന്നനായിരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ധനം സംബന്ധിച്ചല്ല സമ്പന്നനായിരുന്നിട്ടും എന്ന് പറയുന്നത്. അവിടുന്ന് ഈ ഭൂമിയിൽ ജഡമെടുത്തപ്പോൾ യേശുവിന്റെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കിടത്തുവാൻ വഴിയമ്പലത്തിൽ പോലും സ്ഥലം ലഭിക്കാതെ അവർ ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തേണ്ടി വന്നു. ലൂക്കോസ് 2-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് 2-ാം അധ്യായത്തിൽ തന്നെ ഏതാണ്ട് 20-ാം വാക്യം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് റൈറ്റ് സൈഡിൽ നമ്മൾ കാണാം, മറിയയുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ പുത്രനെ യേശുവിനെ അർപ്പിക്കുവാൻ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിനെ അർപ്പിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിക്ക് വകയില്ലായിരുന്നത് കൊണ്ട് ദരിദ്രന്മാർ ചെയ്യുന്നത് പോലെ ഒരു ഇണ കുറുപ്രാവിനെ അർപ്പിക്കുവാൻ പോയ സംഭവം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ യേശു സമ്പന്നനായിരുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഭൗതിക സമൃദ്ധിയെ കുറിച്ചായിരുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടു എന്ന് പറയുന്നത് അവിടുന്ന് ദൈവമഹത്വത്തിൽ ദൈവമായിരുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതെഴുതിയ പൗലോസ് തന്നെ കൊരിന്ത്യ ലേഖനം എഴുതിയ പൗലോസ് തന്നെ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫിലിപ്പിയർ 2-ന്റെ 6 മുതൽ 8 വരെ ഒന്ന് വായിച്ചിട്ട്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യനായി
മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി. അവൻ സമ്പന്നനായിരുന്നെന്ന് പറയുന്നത് അവൻ ദൈവമായിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായെന്ന് പറയുന്നത്. ഈ പാസേജ് നിങ്ങൾ തിയോളജി പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കെനോസിസ് പാസേജ് എന്നാണ് ഈ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള ആ ഭാഗത്തിന് പറയുന്നത്. കെനോസിസ് പാസേജ് എന്ന് പറയും. കെനോസിസ് എന്ന് പറയും എംറ്റിയിങ് ആണ്. അതാണ് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, എംറ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ ദൈവ മഹത്വം ഒഴിച്ചു, മാറ്റിവെച്ചു. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന പറയുന്നുണ്ടല്ലോ, എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. ആ മഹത്വം പിതാവിങ്കൽ ഫലമേൽപ്പിച്ചിട്ട് ആ മഹത്വം എല്ലാം ഒഴിച്ചു വെച്ചിട്ട് ആ താഴേക്ക് വന്നിരിക്കുന്നത്. അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അപ്പോൾ തന്നെ ആ മഹത്വം ഒഴിച്ചു വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ പ്രിൻസ് ബിഗെയിം പോപ്പർ സോ ദാറ്റ് വി പോപ്പേഴ്സ് മൈറ്റ് ബിഗെയിം പ്രിൻസസ്. ആ മഹാപ്രഭു അല്ലെങ്കിൽ ആ രാജകുമാരൻ ഒരു ദരിദ്രനായ ഒരു ഭിക്ഷക്കാരനെ പോലെ ആയിത്തീർന്നു. എന്തിനു വേണ്ടിയാണ്? ദരിദ്രരായ നമ്മെ രാജകുമാരന്മാരാക്കുവാൻ അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ എന്ന് പറയുന്നത് അവിടുന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണം വഹിച്ചത് സംബന്ധിച്ചാണ്. ക്രൂശ് മരണത്തിലൂടെയാണ് നമ്മളെ സമ്പന്നന്മാരാക്കിയത്. ഹലോ പാസ്റ്ററെ, ഈ തന്നെത്താൻ ഒഴിക്കുക എന്ന് പറയുന്നതിന്റെ പൂർണ്ണാർത്ഥം ശരിക്കും എന്താണ്? തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയും എംറ്റീഡ് ഹിംസെൽഫ്. ഇംഗ്ലീഷില് അതൊന്ന്, ഇംഗ്ലീഷിൽ ബൈബിൾ ആരുടെയും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. തന്റെ ദൈവ മഹത്വം ആ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. യോഹന്നാൻ 17-ാം അധ്യായം എടുത്തിട്ട് അത് ക്ലാരിഫൈ ചെയ്തങ്ങ് പോവാം. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് 17-5 വാക്യം, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ഇപ്പോ ആ മഹത്വം ഉപേക്ഷിച്ച് താഴേക്ക് വന്നിരിക്കുക. പക്ഷെ അത് അർത്ഥമാക്കുന്നത്, അതായത് ക്രിസ്തു ദൈവത്തെ പോലെ സമനായിരുന്നല്ലോ, തുല്യനായിരുന്നല്ലോ. അപ്പം ദൈവത്തിനുണ്ടായിരുന്ന സവിശേഷ ഗുണങ്ങൾ, ഇപ്പൊ സർവജ്ഞാനം, സർവവ്യാപി, സർവശക്തി, ഈ പറയുന്നത് ഒക്കെ ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലാണോ അത് പറയുന്നത്? അതോ അവിടുത്തെ സ്വഭാവം എന്താണ് കർത്താവ് എന്ന് പറയുന്നത്? മുമ്പേ ഞാനത് വ്യക്തമാക്കിയതാണ്. ബ്രദർ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാഞ്ഞോണ്ട്. ആരാ ഇത് ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആരാ? പ്രിൻസ്? എന്താ പ്രിൻസോ? ഓക്കെ, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാണ്. ദൈവിക ഗുണവിശേഷങ്ങൾ എല്ലാം യേശുവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ദൈവമെന്നുള്ള നിലയിൽ തന്റെ ആ മഹത്വം, എബ്രായ ലേഖനത്തിൽ നിങ്ങൾ വരുന്ന ഉടനെ അവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിലേക്ക് വരുമ്പോഴും ദൂതന്മാർ വരെ വണങ്ങുന്നവനാണ് അവൻ. ദൂതന്മാർ വരെ നമസ്കരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ ദൈവമായതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ആ ദൈവമെന്നുള്ള ആ പദവി അവനുണ്ട്. പക്ഷെ അതിൻ്റെതായ ഗുണവിശേഷങ്ങൾ എടുത്തുകൊണ്ട് താൻ ഒരു മായയായിട്ട് ഇവിടെ മനുഷ്യനായി വിളങ്ങുകയായിരുന്നില്ല. അവൻ പൂർണ്ണമായി ഒരു മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, മനുഷ്യൻ എന്നുള്ള നിലയിൽ, അതല്ലേ പറഞ്ഞിരിക്കുന്നത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. കാരണം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം എന്നുള്ള ആ എല്ലാ
ഓംനിപൊട്ടന്റ് ആണ്, ഓംനിപ്രസന്റ് ആണ്, എല്ലാ ഗുണവിശേഷങ്ങൾ ആ നിലയിലുണ്ടെന്ന് പറഞ്ഞാലും ആ ദൈവികമായ പവർ ഒന്നും എക്സർസൈസ് ചെയ്യാതെ അപ്പോൾ തന്നെ അവൻ പറയുമ്പോൾ കാറ്റും കടലും പോലും അനുസരിക്കുന്നുണ്ട്, ഇല്ലേ? കാറ്റിനോടും കടലിനോടും ഒക്കെ ശാന്തമാകാൻ പറയുമ്പോൾ അനുസരിക്കുന്ന കണ്ട് ശിഷ്യന്മാർ പോലും അതിശയിച്ചു പോയി. പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം അവന്റെ വാക്കുകൾക്കുണ്ടായിരുന്നു. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ ഓണറല്ലേ യേശു കർത്താവ്? ഈ പ്രപഞ്ചം മുഴുവന്റെയും ഓണറല്ലേ യേശു കർത്താവ്? അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഉളവായത് ഒന്നുമില്ലല്ലോ. യെസ്, ആന്നു അല്ലെന്നല്ല പറഞ്ഞ. എന്നാൽ തന്നെത്താൻ താഴ്ത്തി, അത് അങ്ങനെ താൻ ഒരു മനുഷ്യ സാദൃശ്യത്തിലായി ജീവിക്കുമ്പോഴും താൻ ദൈവം തന്നെയാണ്. അതല്ലേ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ച ആദ്യ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദൈവത്തിന്റെ ആ യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമായി തന്നെയാണ് യേശു ഈ ഭൂമിയിലായിരുന്നത്. എന്നാൽ ആ ദൈവിക മഹത്വം താൻ പിതാവിങ്കൽ ഭരമേൽപ്പിച്ചിട്ട് ഒരു മനുഷ്യ സാദൃശ്യത്തിലായി, ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു യഥാർത്ഥ മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന് വിശന്നിട്ടുണ്ട്, യേശുവിന് ദാഹിച്ചിട്ടുണ്ട്, യേശുവിന് ക്ഷീണം അനുഭവിച്ചു. കാറ്റിലും കോളിലും ആ ഒരു വള്ളം ഇങ്ങനെ ആടി ഉലയുമ്പോൾ, വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ കടലിൽ കിടക്കുന്ന ലോഞ്ചിൽ ഒന്ന് കയറി അല്പസമയം ഒന്ന് ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തലകറങ്ങിയിട്ടുണ്ട്. ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ ആ കടലിന്റെ ആ ഓളത്തിൽ ചെറുതായിട്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തലകറങ്ങിപ്പോകും. അങ്ങനെ ആടി ഉലയുന്ന ഗലീല കടലിൽ തന്റെ ക്ഷീണ നിമിത്തം യേശു ഉറങ്ങിപ്പോയി. അപ്പൊ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്നു ആ നിലയിലേക്ക്. അപ്പോൾ തന്നെ അവൻ ദൈവമാണ്. അതല്ലേ എബ്രായ ലേഖനം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത്. എബ്രായർ 1-ാം അധ്യായത്തിന്റെ ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ബാക്കിയുള്ള നിങ്ങളെ 8 മണി കഴിഞ്ഞ് ചോദിച്ചാൽ ഞാൻ പറയാം. എബ്രായർ 1-ാം അധ്യായത്തിന്റെ അവിടെ പറയുന്നുണ്ടല്ലോ, 3-ാം വാക്യം, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, അതായത് ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്ര എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുക. ദ എക്സാക്ട് ഇമേജ് ഓഫ് ഹിസ് വെരി പേഴ്സൺ, അതായത് പിതാവാം ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ഇന്ദ്രിയ ഗോചരമായി ദൈവം വെളിപ്പെട്ടിരിക്കുന്ന രൂപമാണ് യേശുക്രിസ്തു. എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് വെരി പേഴ്സൺ എന്നാണ് അവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും, സകലത്തെയും പ്രപഞ്ചത്തെയും തന്റെ വചനത്താൽ വഹിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനാണ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നത്. അപ്പോൾ താൻ ഭൂമിയിലായിരുന്നപ്പോഴും താൻ ദൈവമായിരുന്നു. എന്നാൽ തന്നെത്താൻ താഴ്ത്തി ആ ദൈവിക മഹത്വം ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ് പറഞ്ഞത്. ഒഴിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പ്രിൻസിന് ക്ലിയർ ആയോ? പക്ഷെ ഒരു ചെറിയൊരു ഡൗട്ട് അതിനകത്ത് വന്നിരുന്നു. അതായത് കർത്താവ് ശരീരപ്പെടുത്താണല്ലോ ഈ ഭൂമിയിൽ വന്നത്. ഈ അബ്രഹാമിന്റെ അടുക്കൽ 3 പുരുഷന്മാർ വരുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അബ്രഹാം കണ്ട അത് ശരീരമായിരുന്നോ അതോ അപ്പോൾ തന്നെ ലോത്തിന്റെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള ആബാലവൃദ്ധ ജനങ്ങൾ അവരെ ഭോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് എടുത്തിരുന്ന ശരീരം അപ്പൊ അത് ഏതാണെന്നുള്ളത് ഒരു ഡൗട്ട് വരുന്നുണ്ട്. അവിടെ ലോത്തിന്റെ അടുക്കലേക്ക് 2 പേരെ പോകുന്നുള്ളൂ. ഒരാളും അബ്രഹാമിന്റെ അടുക്കൽ തന്നെ നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. അവിടെ എവിടെയൊക്കെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ഇന്ദ്രിയ ഗോചരമായി വെളിപ്പെട്ടിരിക്കുന്നു അതെല്ലാം പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് ആണ്. ജഡാവതാരത്തിന് മുൻപുള്ള പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ്. അത് തെളിയിക്കാനായിട്ട് ഒരൊറ്റ ഭാഗവും കൂടെ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ട ദർശനത്തെ ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നത്, യെശയ്യാവ് അവന്റെ ദർശനം കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 12 അതെ, യോഹന്നാൻ 12-ൽ അതിന് 41-ാം വാക്യത്തിൽ പറയുന്നു, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടവനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ യെശയ്യാവ് കണ്ടത് ആരെയാ? മോളിൽ നിന്ന് വായിച്ചു വരുമ്പോ അറിയാം.
യെശയ്യാവ് കണ്ടത് പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് ആണ്. ജഡാവതാരത്തിന് മുൻപുണ്ടായിരുന്ന ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന് പറയുന്നത് റോമാലേഖനം 5:14 വാക്യത്തിലല്ലേ പറയുന്നത്? വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അതെ, 5:14. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനം. അതായത് ആദാം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തു ആദാമ്യ വർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് ക്രിസ്തു ഒരുക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ആദാമിനെ ഉണ്ടാക്കിയത്. റോമർ 5:14. ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് 8 മണിക്ക് ശേഷം സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് തീരില്ല. അപ്പം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടു എന്ന് പറയുന്നത് അവന്റെ ദൈവിക മഹത്വത്തെ സംബന്ധിച്ചും അവൻ ദരിദ്രനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ആ മഹത്വം ഉപേക്ഷിച്ച് മനുഷ്യ സാദൃശ്യത്തിലായത് സംബന്ധിച്ചു. അതാണ് ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കി. എങ്ങനെയാ സമ്പന്നരാക്കിയത്? കർത്താവിന്റെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച സമ്പത്ത് എന്തുവാ? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് എന്തുവാ? രക്ഷ. യെസ്, നീതീകരണം എന്ന് പറയൂ, കുറച്ചുകൂടെ ക്ലിയർ ആവും. നീതീകരണത്തിലൂടെ രക്ഷയും സാധ്യമാകുന്നു. നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്, അല്ലാതെ ലോകത്തിലെ സമ്പത്തൊന്നും ലഭിക്കുന്നതല്ല. ലോകത്തിലെ സമ്പത്ത് ലഭിക്കുന്ന സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. തന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത്, അത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം ഒന്നെടുത്ത് യാക്കോബ് 2:5 വാക്യം, യാക്കോബ് 2:5 വാക്യം ഒന്ന് വായിച്ചാണ്ട്. പ്രിയ സഹോദരന്മാരെ കേൾക്കുകയും ദൈവം ലോകത്തിൽ ദരിദ്രരായ വിശ്വാസ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നോക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം സമ്പന്നരാകുന്നത് എന്തിലാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി യാക്കോബിലൂടെ പറയുകയാണ്. ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവരാജ്യം സംബന്ധിച്ച് സമ്പന്നരാകുന്ന വിഷയമാണ് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 8:9 വാക്യത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരിക്കെ അവന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി ദരിദ്രരായി തീർന്നു എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഈ ലോകത്തിലെ സമ്പത്തുകൾ ലഭിക്കുന്നതിനെ പറ്റിയാണെന്ന് പറഞ്ഞ് മനുഷ്യനെ വികലമായി ദൈവവചനം വ്യാഖ്യാനിച്ച് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന അനേക ദുരുപദേഷ്ടാക്കന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ A.W. ടോസറിന്റെ ഒരു കൊട്ടേഷൻ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിരിക്കുക. So skillful is error in imitating truth that the two are constantly confused. വ്യാജത്തിന് സത്യത്തെ അതുപോലെ അത് അനുകരിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, it requires keen eyesight these days to know which brother is Cain and which is Abel. ആബേലേതാ കയീനേതാ എന്ന് തിരിച്ചറിയണമെങ്കിൽ വളരെ നല്ല ദൃഷ്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. കയീനേതാ ഹാബീലേതാന്ന് തിരിച്ചറിയാൻ ഒക്കാത്ത രീതിയിൽ സത്യത്തെ വളരെ അനുകരിക്കുവാനായിട്ട് വ്യാജം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ മുൻപേ പറഞ്ഞ വാക്യങ്ങൾ പോലുള്ള വാക്യങ്ങൾ വികലമായി വ്യാഖ്യാനിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ പോലും പിശാച് വചനം ഉദ്ധരിച്ചുകൊണ്ട് പരീക്ഷിക്കുവാൻ വന്നു. എന്നാൽ കർത്താവ് പിശാചിന്റെ പരീക്ഷകളിൽ പരാജയപ്പെട്ടില്ല. പരാജയപ്പെട്ട ആദാം എന്ന ഒന്നാമത്തെ മനുഷ്യൻ, പരാജയപ്പെട്ട ഇസ്രായേൽ, ഈ പശ്ചാത്തലത്തിൽ പരാജയപ്പെടാത്ത യേശു എന്ന ഇസ്രായേലനായ മനുഷ്യൻ, ഇതാണ് നമുക്ക് ദൃശ്യമാകുന്ന ചിത്രം. യേശു ഒഴികെ സകല മനുഷ്യരും ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം തന്റെ ദേശവും പിതൃഭവനവും വിട്ട് ദൈവം കൽപ്പിച്ചത് കേട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടതിൽ പരാജയപ്പെട്ടില്ല. തനിക്ക് ഏറ്റവും പ്രിയപുത്രനായിരുന്ന വാഗ്ദത്ത സന്തതിയായിരുന്ന ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനുള്ള ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ അബ്രഹാം പരാജയപ്പെട്ടില്ല.
എന്നാൽ കനാൻ ദേശത്ത് ക്ഷാമം നേരിട്ടപ്പോൾ ദൈവത്തിന്റെ കരുതലിനായി കാത്തിരിക്കാതെ അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. അബ്രഹാം അതിൽ തെറ്റിപ്പോയി. അങ്ങനെ പോയത് നിമിത്തം സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഫറവോനോട് അവൾ എന്റെ സഹോദരി എന്ന് പറയുവാനും സാറാ ഫറവോന്റെ അരമനയിൽ പോകുവാനും ഇവിടെ വന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. കൂടാതെ ഗെരാരിൽ പോയപ്പോൾ സമാനമായ രീതിയിൽ ഗെരാർ രാജാവായ അബീമേലെക്കിനോട് അബ്രഹാം വ്യാജം പറയുന്നു. ഗെരാർ രാജാവായ അബീമേലെക്കിനോട് അബ്രഹാം വ്യാജം പറയുന്നതും തുറന്ന് ഉണ്ടായ സംഭവം ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അപ്പോൾ അബ്രഹാം പോലും തെറ്റിപ്പോയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. ദൈവവചനത്തിന്റെ സവിശേഷത ഇതാണ്. ഒരു മനുഷ്യൻ എത്ര ശ്രേഷ്ഠനാകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനുഷ്യരാണ് ഒരു കഥ എഴുതുന്നെങ്കിൽ ആ കഥയിലെ ഹീറോയെ പറ്റി ചിത്രീകരിക്കുമ്പോൾ അവന് യാതൊരു തെറ്റുമില്ലാത്തൊരു പെർഫെക്റ്റ് മാൻ ആയിരിക്കും. എന്നാൽ ദൈവവചനം സത്യവചനമായതുകൊണ്ട് മനുഷ്യർക്ക് പറ്റിയ തെറ്റുകൾ അതൊന്നും മറച്ചു വെക്കുന്നില്ല. സത്യവചനത്തിൽ, അതായത് ദൈവവചനത്തിൽ സത്യം മാത്രം എഴുതിയിരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയെയും വെറുതെ വെള്ളപൂശില്ല. അവന്റെ ഉള്ളതുപോലെ എഴുതും. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് വിളിച്ച അബ്രഹാമിനും കുറവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിച്ചിട്ടുള്ള എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിച്ച ദാവീദ് ചെയ്ത തെറ്റുകൾ, മഹാപരാധങ്ങൾ, അതൊന്നും മറച്ചു വെക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസ്, പത്രോസ്, ഇവരുടെ ഒക്കെ കുറവുകൾ അതൊന്നും മറച്ചു വെക്കുന്നില്ല. സർ ഒരു സംശയം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. സർ, ഇയ്യോബിന് ആദാമ്യ പാപമല്ലാതെ എന്തെങ്കിലും തെറ്റുണ്ടോ സർ? ഇയ്യോബിനെ പറ്റി നമുക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ലല്ലോ. അവൻ നീതിമാനെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ വെളിപ്പെടുത്താത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അവൻ മനുഷ്യനായിരുന്നല്ലോ ഇയ്യോബിന്. എന്തായാലും ആദാമ്യ പാപം ഉണ്ടായിരുന്നു. നമ്മൾ പാപം പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് കാരണം നമ്മിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ്. ദൈവം അതാണ് വ്യക്തമാക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രവൃത്തി തലത്തിലോ വാക്കുകളിലോ വെളിപ്പെട്ടില്ലേ പോലും നമ്മുടെ ഹൃദയ തലത്തിലുണ്ടാകുന്ന വികാരം പോലും, ഇപ്പൊ ഒരാളുടെ തോന്നുന്ന ഒരു കോപം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ വികാരം, ഇതെല്ലാം പാപമാണ്. ഒരുപക്ഷെ പ്രവൃത്തി തലത്തിൽ വന്നു കാണത്തില്ല എങ്കിൽ പോലും അങ്ങനെ പോലും ഒരു പാപം ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കാത്തവണ്ണം നിർമ്മലനായിരുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയുടെ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. പറയാൻ മനസ്സിലായോ? അപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ മനസ്സിലായോ ഉത്തരം? മനസ്സിലായി, തീർച്ചയായും. യോബിനെ സംബന്ധിച്ച് യോബ് പോലും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം അവനിലും ആദാമ്യ പ്രകൃതം അവനിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പ്രവൃത്തി തലത്തിലോ വാക്കിലോ അവൻ തെറ്റിപ്പോയില്ലെങ്കിൽ പോലും അവന്റെ ചിന്തയിലെങ്കിലും ഒരു കോപമോ ഒരു മറ്റെന്തെങ്കിലും വികാരങ്ങളോ വന്നു പോയി കഴിഞ്ഞാൽ അതുപോലും ആ ആദാമ്യ പാപം ഉള്ളിൽ വസിക്കുന്നുണ്ട്. We are under the power of sin. That's why we commit sin. നമ്മൾ പാപത്തിന്റെ ആ പവറിന്, ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ വസിക്കുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ടല്ലോ, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപ പ്രമാണം എന്റെ അവയവങ്ങളിൽ വസിക്കുന്ന ഒരു അവയവങ്ങളിലുണ്ട്. അപ്പം ബുദ്ധി ചൂണ്ടിക്കാണിക്കുകയാണ്, ന്യായപ്രമാണം ഇതാ പറയുന്നത്, അതൊന്നും അനുസരിക്കാൻ സാധിക്കാത്ത വിധം. അതൊരുപക്ഷെ പ്രവൃത്തി തലത്തിൽ അല്ല എങ്കിൽ പോലും ചിന്തയുടെ തലത്തിൽ ആ പാപം വന്നു പോകുന്നുണ്ടാകാം. അത് സംബന്ധിച്ചാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു കുറവുമില്ലാത്ത ഒരു ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ആ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. കുറവുകൾ ഏതും സംഭവിച്ചിട്ടില്ലാത്തത് മനുഷ്യനായി ജഡമെടുത്ത യേശു എന്ന ഏകൻ മാത്രമേ ഉള്ളൂ. അത് നാം ഓർത്തുകൊള്ളണം. മുന്നോട്ട് നമ്മൾ പോവുകയാണ്. യേശുവിനുണ്ടായ പ്രധാന പരീക്ഷകൾ എന്നുള്ള അത് ഒന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിനുണ്ടായ പ്രധാന പരീക്ഷകൾ. യേശുവിനുണ്ടായ പ്രധാന പരീക്ഷകൾ എന്ന് പറയാൻ നമ്മൾ ഇനി പഠിക്കുന്നത് ഈ 3 പരീക്ഷകൾ മാത്രമല്ല. യേശുവിനുണ്ടായ പരീക്ഷകൾ അത് ഓർക്കണം. ലൂക്കോസ് ഈ പരീക്ഷകളെ പറ്റി വിവരിക്കുമ്പോൾ
4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ലൂക്കോസ് പറയുന്നത് പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40 ദിവസവും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്നാ ലൂക്കോസ് പറയുന്നത്. 4-ാം വാക്യം നിങ്ങൾ നോക്കണം, ലൂക്കോസ് അവിടെ പറയുന്നത്. കൂടാതെ 13-ാം വാക്യത്തിൽ പറയുന്നത്, 13-ാം വാക്യത്തിൽ അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പോൾ ഈ 3 പരീക്ഷകൾ മാത്രമായിരുന്നു എന്ന് ചിന്തിക്കരുത്, കുറെ കാലത്തേക്ക് വിട്ടുമാറി. അപ്പം 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ 3 പരീക്ഷകൾ പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറെ കാലത്തേക്ക് വിട്ടുമാറി. പിന്നെയും അവനെ പരീക്ഷിക്കുവാൻ പിശാച് വന്നു, പിശാച് പരിശ്രമിച്ചു. യേശുവിന്റെ ശുശ്രൂഷാവേളയിൽ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് വന്ന പരീക്ഷന്മാരിലും യഹൂദന്മാരുടെ പ്രമാണികളിലും വ്യാപരിച്ചത് പിശാച് തന്നെയായിരുന്നു. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് പരീക്ഷന്മാര്, പ്രമാണിമാര്, മഹാപുരോഹിതന്മാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെയും അവരിൽ വ്യാപരിച്ചത് ആ പിശാച് തന്നെയായിരുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27:39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി 27:39 മുതൽ 42 വരെ, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ജനം ഇങ്ങനെ പരിഹസിക്കുക. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ യേശുവിന് സാധിക്കില്ലായിരുന്നു? സാധിക്കുമായിരുന്നു. എന്നാൽ ജനം പരിഹസിച്ചപ്പോഴും ആ പരിഹാസികളിൽ വ്യാപരിച്ച സാത്താന്റെ ശക്തി യേശുവിനെ പരീക്ഷിക്കുകയായിരുന്നു. യേശു സകല പരീക്ഷകളിലും ജയമെടുത്തു. യേശു യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരോട് അത് പറയുന്നു. അപ്പൊ അവിടെ ഒരാള് യേശുവിനെ ഉപദേശിക്കുന്നുണ്ട്. ആരാ? പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുത്, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. മത്തായി 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് എന്താ അതിന് മറുപടി പറഞ്ഞത്? ഓ സാത്താനെ, സാത്താനെ എന്നെ വിട്ടുപോ, സാത്താനെ എന്നെ വിട്ടുപോ. ബാക്കിയുടെ വായര്, നീ എനിക്ക് ഇടർച്ചയാവുന്നു കരുതുന്നു എന്ന് പറഞ്ഞു. ആ എന്താ പറഞ്ഞത്? മനുഷ്യരുടേത് അത്രേ കരുതുന്നു. ഒരു കാര്യം, നീ ദൈവത്തിൻ്റെതല്ല പിശാചിൻ്റെതാ കരുതുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, മനുഷ്യരുടേത് അത്രേ കരുതുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെതല്ല, അല്ലാത്തത് മനുഷ്യരുടേത് എന്ന് പറയുന്നത്, മനുഷ്യരുടെ എയിംസ് ഒക്കെ ദൈവത്തിൻ്റെതല്ല, അത് വ്യത്യസ്തമാണ്. എന്തു ആയിക്കോട്ടെ, അവിടെ പത്രോസിലൂടെ വ്യാപരിച്ചതും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താന്യ ശക്തിയായിരുന്നു. സാത്താനെ എന്നെ വിട്ടുപോകും. സാത്താനാണ് പത്രോസിലൂടെ. പത്രോസിനെ സ്ട്രേറ്റ് അവേ മുഖത്ത് നോക്കി, അതിന്റെ അല്പം മുമ്പ് എന്ന് പറയുന്ന ബർയോനാശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കർത്താവ് തന്നെ കൊടുത്തതാ. ആ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണ് ഇദ്ദേഹം കൊണ്ടുപോയി ഒന്ന് ഉപദേശിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഉപദേശിക്കാൻ തുടങ്ങിയത് ഈ ശുശ്രൂഷയെ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ അങ്ങ് കർത്താവിനേക്കാൾ വലിയ ആൾക്കാരാകാൻ ശ്രമിക്കും. അപ്പൊ കർത്താവ് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പം പത്രോസിലൂടെയും സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ അവിടെയും യേശുവിന് മുൻപിൽ സാത്താൻ പരാജയപ്പെടുന്ന ചിത്രമാണ് നാം കാണുന്നത്. പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടുന്ന നമ്മുടെ ശത്രുവായിരിക്കുന്നവരിലൂടെയല്ല, നമ്മുടെ മിത്രമായിരിക്കുന്നവരിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ മിത്രമായി അഭിനയിക്കുന്നവരെ, പത്രോസ് ഇവിടെ അഭിനയിക്കൊന്നും ആയിരുന്നില്ല, മിത്രമായിരിക്കുന്നവരിലൂടെയാണ് പലപ്പോഴും നമ്മൾ കെണികളിലേക്ക് വീണു പോകുവാൻ സാധ്യതയുള്ളത്.
ഇവിടെ യേശുവിനുണ്ടായ പരീക്ഷ ആ 3 പരീക്ഷകൾ മാത്രമല്ലായിരുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ആ 3 പരീക്ഷകളിലേക്ക് വരാം. ഒന്നാമത്തെ പരീക്ഷ 4-ാം അധ്യായം 2 മുതൽ 4 വരെ, മത്തായിയുടെ സുവിശേഷം 4:2 മുതൽ 4 വരെ. അവൻ 40 പകലും 40 രാവും ഓസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചില ദിവസങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 40 ദിവസങ്ങൾക്ക് മുൻപ്, യോർദാനിൽ യേശു സ്നാപകനായ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി യേശുവിന്റെ മേൽ വരികയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതുമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം കേട്ടതാണ്. ഇപ്പോൾ യേശുവിന് വിശന്നിരിക്കുകയാണ്. അപ്പോൾ പിശാച് വന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, പിതാവ് പറഞ്ഞതാ നീ ദൈവപുത്രനാണെന്ന്. അങ്ങനെ നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ, വാസ്തവമായിട്ട് ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് അരുളി ചെയ്തതല്ലേ. നീ ശരിക്കും ദൈവത്തിന്റെ പ്രിയപുത്രനാണെങ്കിൽ ദൈവം ഇപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ആഹാരം തരുന്നില്ല? മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അവിശ്വസിച്ചതാണ്. ഇവിടെ യേശുവിനോട് ചോദിക്കുകയാണ്, നീ വാസ്തവമായി ദൈവത്തിന്റെ പ്രിയപുത്രനാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ദൈവം ആഹാരം തരുന്നില്ല? അല്ല, നീ ദൈവപുത്രനാകുന്നു എങ്കിൽ നീ ഈ കല്ലിനോടൊന്ന് കൽപ്പിച്ച് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ കഴിയുമല്ലോ. നീ നിന്റെ ദൈവിക ശക്തി കൊണ്ട് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റൂ. പിശാചിതാ പറയുന്നത്, പിതാവിന്റെ സ്നേഹത്തിലും കരുതലിലും സന്ദേഹമുളവാക്കുന്നതിനും തന്റെ സ്വന്തം ആവശ്യത്തിനായി താൻ മാനുഷികമായ സ്വയം പരിമിതപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥ വിട്ട് അതിലുപരിയായി ദൈവശക്തി ഉപയോഗിക്കുവാൻ യേശുവിനെ പിശാച് പ്രലോഭിപ്പിക്കുകയാണ്. മുൻപേ സഹോദരൻ ചോദിച്ച ആ സംശയത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയും കൂടെ വരുന്നതാണ് ഇവിടെ. താൻ മാനുഷികമായി സ്വയം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് ദൈവശക്തി ഉപയോഗിക്കുവാൻ പ്രലോഭിപ്പിക്കുക. പിശാച് തങ്ങളുടെ അടുക്കൽ വന്ന് ദൈവസ്നേഹത്തിൽ സന്ദേഹം ജനിപ്പിച്ചപ്പോൾ ആദാം ഹവ്വമാർ വീണുപോയി, അവന്റെ ഉപായത്തിൽ വീണുപോയി. എന്നാൽ യേശു ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന നിലയിൽ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് തന്റെ ശുശ്രൂഷകളെ തികച്ചു. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ 5:30 പറയുന്നു, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. യേശു ഒരു യഥാർത്ഥ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തിയിരുന്നത് കൊണ്ട് തനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നും താൻ സ്വന്തം ഇഷ്ടമല്ല തന്നെ അയച്ചവനായ പിതാവിന്റെ ഇഷ്ടം അത്രേ ചെയ്യുന്നതെന്നും സാക്ഷ്യം പറയുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് കല്ലിനെ അപ്പമാക്കാതിരുന്ന യേശു പിൽക്കാലത്ത് കാനാവിലെ കല്യാണത്തിന് നമുക്കറിയാം വെള്ളത്തെ വീഞ്ഞാക്കി. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ യേശുവിനെ, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ സാധിച്ച യേശുവിനെ കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ കഴിയുമായിരുന്നു. എന്നാൽ തനിക്ക് വിശന്നപ്പോൾ യേശു പിശാചിന്റെ പ്രലോഭനത്തിന് വിധേയനാകാതെ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനായി കാത്തിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. യേശുവിനെ വിശന്നും ദാഹിച്ചും ഇരുന്നപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ശമരിയയിൽ വെച്ച്, സുക്കാർ പട്ടണത്തിൽ വെച്ച് ശിഷ്യന്മാര് അപ്പം മേടിക്കാനൊക്കെ പോയിട്ട് അപ്പമായിട്ടൊക്കെ ഓടി വരികയാണ്.
വരുന്നുണ്ടെ കാണുന്ന കാഴ്ചയെന്ന് അവര് വന്നു. യേശു ശമര്യക്കാരി സ്ത്രീയോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ശിഷ്യന്മാര് പറയുന്നു, 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു, എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു, ഞാൻ ചെയ്തൊക്കെ എന്നോട് അതിന്റെ 31-ാം വാക്യം. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, യോഹന്നാൻ 4:31, റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. മതി. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് അത്ര എന്റെ ആഹാരം. വിശന്നിരിക്കുകയാണ്. വാസ്തവമായിട്ട് യേശു എന്ന മനുഷ്യൻ ദാഹിച്ച് ശമരിയക്കാരി സ്ത്രീയോട് വെള്ളം ചോദിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാർ ഭക്ഷണത്തിനായിട്ട് പോയിരിക്കുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാനുണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. അപ്പം ഇവിടെ പിശാച് പരീക്ഷിക്കുവാൻ വരുമ്പോൾ, നീ വാസ്തവമായി ദൈവപുത്രനാകുന്നുവെങ്കിൽ ദൈവം നിന്നെ വിശന്നിരിക്കുവാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? ഇസ്രായേൽ ജനത്തിന്റെ മുന്നിൽ വന്ന ചോദ്യമായിരുന്നു. അവിടെ അവർ പരാജയപ്പെട്ടു പോയി മരുഭൂമിയിൽ വെച്ച്. എന്നാൽ യേശു ദൈവത്തിന്റെ ആ വിശ്വസ്തതയിൽ, പിതാവിന്റെ വിശ്വസ്തതയിൽ യേശു എന്ന യഥാർത്ഥ മനുഷ്യൻ അവിശ്വസിക്കുന്നില്ല. ദൈവപുത്രൻ എന്നുള്ള തന്റെ ആ പദവിയിൽ താൻ വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളത്തെ വീഞ്ഞാക്കി, പിൽക്കാലത്ത് വെള്ളത്തെ വീഞ്ഞാക്കി യേശുവിന് കല്ലിനെ അപ്പമാക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുവാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ പരീക്ഷയിൽ അങ്ങനെ യേശു ജയിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷ എന്തായിരുന്നു? രണ്ടാമത്തെ പരീക്ഷ, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പരീക്ഷയിൽ ആവർത്തന പുസ്തകം 8:3 രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം ഉദ്ധരിച്ച്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് യേശു പിശാചിന് മറുപടി നൽകി. അടുത്ത പരീക്ഷയിൽ 91-ാം സങ്കീർത്തനം 12-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, 91-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ദൈവവചനം ഭാഗികമായി ഉദ്ധരിച്ചുകൊണ്ട് പിശാച് യേശുവിനെ പരീക്ഷിക്കുക. ദൈവവചനം ഭാഗികമായി ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചനത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നത് ഏതനിൽ തുടങ്ങി സാത്താൻ പ്രയോഗിക്കുന്ന അതീവ വിപജ്ജനകമായ കെണിയാണ്, ആപൽക്കരമായ ഒരു കെണിയാണ്. ഏറ്റവും അപകടകാരിയായ ഒരു കുടുക്കാണ് ദൈവവചനത്തെ വികലമായി വ്യാഖ്യാനിക്കുകയും ഭാഗികമായി ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങി ആ വാക്യം എടുത്തിട്ട് ഈ ലോകത്തിലെ സമ്പത്തെല്ലാം കിട്ടുമെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നും അനേകരെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാക്കുന്ന ഒരു വലിയ കെണിയാണ് ദൈവവചനത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നത്. സാത്താൻ 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനഭാഗം ഉദ്ധരിച്ച് യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ നോക്കി. എന്നാൽ യേശു അവന്റെ കെണിയിൽ വീണില്ല. ആവർത്തന പുസ്തകം 6:16 ഉദ്ധരിച്ചുകൊണ്ട്, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗം ഉദ്ധരിച്ച്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. ദൈവത്തെ പരീക്ഷിക്കാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവം സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അപകടങ്ങളിലേക്ക് എടുത്തു ചാടരുത്. എഫേസ്യർ 5:15 പറയുന്നുണ്ട്. എഫേസ്യർ 5:15, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവിൻ. ദൈവം നൽകുന്ന ഒരു വാണിംഗ് ആണത്. ദൈവം സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം നമ്മൾ കാണിച്ചു വെക്കരുത്. അങ്ങനെ ചെയ്യാതിരിക്കാനും കൂടെയാണ് കർത്താവ് ആ രണ്ടാമത്തെ പരീക്ഷയിൽ പിശാച് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് കരുതാം. മൂന്നാമത്തെ പരീക്ഷ,
മൂന്നാമത്തെ പരീക്ഷ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. പിശാച് യേശുവിനെ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും തരാമെന്ന് യേശുവിനോട് പറഞ്ഞു. സകല രാജ്യങ്ങളെയും മഹത്വത്തെയും കാണിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്നറിയാമോ? സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും പിശാചിന്റെ അധീനതയിലായിരുന്നു. 1 യോഹന്നാൻ 5:19 വാക്യം വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ള നാം അറിയുന്നു അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും മതി, എനിക്കത്ര മതി. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. അവിടെ ശ്രദ്ധിക്കണം, അവിടെ ലോകമെന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം കോസ്മോസ് എന്ന പദമാണ്. മുൻപ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു പദമാണ് കോസ്മോസ്. കോസ്മോസ് എന്ന പദം അതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യവസ്ഥിതിയെ പറ്റി പറയുന്നതാണ്. സിസ്റ്റം എന്നാണ് അതിനർത്ഥം. ഓർഗനൈസ്ഡ് സിസ്റ്റം. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സകലത്തിന്മീതെ വാഴുവാൻ അധികാരമുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. 28-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ. വാഴുവീൻ എന്ന് പറഞ്ഞവനെ ആക്കി വെച്ചു. സകല ജീവജാലങ്ങളുടെ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്തു. ഉൽപ്പത്തി 2:19 നാം ഇങ്ങനെ വായിക്കുന്നത്, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഒരു കാര്യം ശ്രദ്ധിക്കണം, സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ജീവജാലങ്ങളുടെ മേൽ വാഴുവാൻ അധികാരമാണ് മനുഷ്യന് കൊടുത്തത്. ഇപ്പോൾ ജീവജാലങ്ങൾക്ക് മനുഷ്യൻ ഇട്ട പേര് അവയ്ക്ക് പേരായി. ആകാശത്തിനും ഭൂമിക്കും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പേരിട്ടതാരാ? ദൈവം. ദൈവം അവയെ സൃഷ്ടിച്ച് ദൈവം അവയ്ക്ക് അങ്ങനെ പേർ വിളിച്ചതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, പേർ വിളിക്കുക എന്നത് കർത്തൃത്വത്തെ കാണിക്കുകയാണ്, അധികാരത്തെ കാണിക്കുകയാണ്. ആരാണോ പേര് വിളിക്കുന്നത് അവന്റെ അധീനതയിൽ ആ വക വസ്തുക്കളായിരിക്കുന്നു എന്നർത്ഥം. ദൈവം വളരെ ബുദ്ധിപൂർവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്നും മനുഷ്യന്റെ അധീനതയിലല്ല ആക്കിയത്. ജീവജാലങ്ങളെ മനുഷ്യൻ പിശാചിന്റെ വാക്ക് വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മനുഷ്യൻ പിശാചിന് അടിമയായി. ഇപ്പൊ ഞാന് ഒരുവന്റെ അടിമയായി തീരുകയാണെങ്കിൽ എനിക്കുള്ളതെല്ലാം അവൻ്റെതായി മാറുകയാണ്. പിശാചിന്റെ അടിമയായപ്പോൾ മനുഷ്യന്റെ അധികാരത്തിന് കീഴിലായിരുന്നവയും പിശാചിന്റെ അധികാരത്തിന് കീഴിലായി. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകുമോ? അത് പിശാചിന്റെ അധീനതയിലാവോ? ഇല്ല. കാരണം അത് മനുഷ്യന്റെ അധികാരത്തിന് കീഴിലായിരുന്നില്ല. അതുകൊണ്ട് അതൊന്നും സാത്താന്റെ അധികാരത്തിന് കീഴിലായില്ല. ദൈവത്തിന്റെ എന്തോ വലിയൊരു കരുതലായിരുന്നില്ലേ? സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എല്ലാം പിശാചിന്റെ മനുഷ്യന്റെ കയ്യിലായിരുന്നെന്നുണ്ടെങ്കിൽ തീർന്നിരുന്നതിനെ പരിപാടി ഇതിനാവും. ദൈവകൽപ്പന ലംഘിച്ചത് നിമിത്തം മനുഷ്യന്റെ ആയുഷ്കാലമൊക്കെയും അവൻ കഷ്ടതയോടെ ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കേണ്ടതിന്, മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കേണ്ടതിന് ഭൂമിയെ ദൈവം ശപിച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായി ഭൂമിയെ ദൈവം ശപിച്ചു. എന്നാൽ ഭൂമി മനുഷ്യന്റെ അധികാരത്തിന് കീഴിലായിരുന്നില്ല. അതുകൊണ്ട് ഭൂമി സാത്താന്റെ അധികാരത്തിന് കീഴിൽ ഏൽപ്പിക്കപ്പെട്ടില്ല. ആകയാൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി അവന്റെ അധീനതയിലായിരിക്കുന്നു എന്നല്ല. ഭൂമി ദൈവത്താൽ ശപിക്കപ്പെട്ട്
ഇന്ന് മുള്ളും പറക്കാരെയും മുളപ്പിക്കുന്ന ഭൂമിയാണ്. എന്നാൽ ഭൂമി അവന്റെ അധീനതയിൽ, പിശാചിന്റെ അധീനതയിലായില്ല. അത് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയെ കുറിച്ചാണ്, കോസ്മോസിനെ കുറിച്ചാണ് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. പാപികളായ മനുഷ്യർ ഭരണം നയിക്കുന്ന ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും ദുഷ്ടതയുടെ അധീനതയിൽ കിടക്കുന്നു. ആവർത്തിക്കാം, പാപികളായ മനുഷ്യന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്ന ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രനായ യേശു മനുഷ്യനായി ജഡമെടുത്തതിന്റെ ഉദ്ദേശം തന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ ലോകത്തെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നതായിരുന്നു. ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ഒരു കുറുക്കു വഴി സാത്താൻ കാട്ടിക്കൊടുക്കുക. ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ഒരു കുറുക്കു വഴി കാട്ടിക്കൊടുക്കുക. വീണൊന്ന് നമസ്കരിക്കുക, കഷ്ടവും മരണവും ഒന്നും സഹിക്കണ്ട, നീ വന്ന കാര്യം സാധിക്കുക, ഒരു കുറുക്കു വഴി കാട്ടിത്തരാം, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ച് ഇതെല്ലാം നിനക്കാക്കി തരാം. പറയാ, ഇന്ന് അനേകം വേദികളിൽ പലരും വിളിച്ചു പറയുന്ന ഇതാണ്, ഒന്ന് നമസ്കരിച്ചാൽ ലോകം അതിന്റെ മഹത്വം മുഴുവൻ നൽകിത്തരാം. എന്നാൽ ദൈവവചനത്തെ അങ്ങനെയുള്ള വാഗ്ദത്വം ഒന്നും കാണുന്നില്ല. യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ ലോകവും അതിന്റെ മഹത്വവും മുഴുവൻ നൽകിത്തരാമെന്ന് പറഞ്ഞ പിശാചിനെ യേശു ഭത്സിച്ചതായിട്ടാണ് കാണുന്നത്. ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവിക ജ്ഞാനത്തിലും ബുദ്ധിയിലും ഒരുക്കപ്പെട്ട പദ്ധതി, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ദൈവപുത്രനായ യേശു പ്രായശ്ചിത്തയാഗമായി തീരുക. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും ക്രിസ്തു പ്രായശ്ചിത്തയാഗമായി കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പലകുറി ഓർമ്മിപ്പിച്ചതാണ്. യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസിലേക്ക് പോകുന്ന ആ 2 ശിഷ്യന്മാരോട് കൂടെ യേശു നടക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു നടക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, അയ്യോ ബുദ്ധിഹീനരെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 24-25 മുതൽ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ചിട്ട്, അതായത് നിങ്ങളെ കണ്ടില്ലേ ഇപ്പോൾ ക്രൂശുമരണം, ഇങ്ങനെ ക്രൂശുമരണം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതായത് ദാവീദ് പറഞ്ഞിട്ടുണ്ട്, യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ ക്രൂശുമരണത്തിന് മുൻപും യേശു ഇക്കാര്യം അവരോട് അരുളി ചെയ്തതാണ്. മത്തായി 16:21 നമ്മൾ അത് കാണുന്നുണ്ട്. 16:21 അന്ന് മുതൽ താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും ഭൂതാത്താൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസിന്റെ 1-ാം ലേഖനം 1:11 ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവാചകന്മാർ മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചിരുന്നതായിട്ട് പത്രോസ് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. കഷ്ടങ്ങൾ, ക്രിസ്തുവിന് വരുവാനുള്ള മഹിമയിൽ കഠിനമായ കഷ്ടതയുടെ ഒരു ഏട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കഷ്ടതയിലൂടെയാണ് മഹത്വത്തിൽ പ്രവേശിക്കുന്നതെന്ന് ദൈവവചനം വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കഷ്ടതയില്ലാതെ ഒരു കുറുക്കു വഴി പിശാച് കാട്ടിക്കൊടുക്കുകയാണ്. പലപ്പോഴും കുറുക്കു വഴികളാണ് കെണികളിൽ നമ്മൾ വീഴുവാനിടയാക്കുന്നത്. യേശു ആ കെണിയിൽ വീണില്ല. യേശു ആ കെണിയിൽ വീണില്ല. പ്രവർത്തനങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലുസ്ത്രയിൽ വെച്ച് പൗലോസിനെ കല്ലെറിഞ്ഞ് താൻ വീണ് എല്ലാം ശേഷം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കണം, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ,
നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. എന്നിട്ട് പറയുക, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കൂറുന്ന ചെന്നായ്ക്കളാകുന്നു. ആടുകളുടെ വേഷം പൂണ്ട് വരുന്ന കള്ളപ്രവാചകന്മാർ, അവർ വിശാലതകളെ കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. അവർ നിങ്ങളെ വിശാലമായ വഴികളിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ആ വിശാലതയുടെ അന്ത്യം നാശമാണ്. അനേകർ അവരുടെ കെണിയിൽ അകപ്പെട്ട് നാശത്തിലേക്ക് പോകുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവ് പറയുന്നതല്ലേ നമ്മൾക്ക് ഏറ്റവും വിശ്വസനീയം. കർത്താവ് പറയുകയാണ്, ഇടുക്കുവാതിലൂടെ കടക്കുവിൻ, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഒരു ചുരുക്കം ആൾക്കാരെ ഉള്ളൂ അത് കണ്ടെത്തുന്നത്. ബഹുഭൂരിപക്ഷത്തിനും കർണരസമായി സംസാരിക്കുന്നതാണ് കേൾക്കുവാൻ ഇഷ്ടം. അത് വിശാലതയെക്കുറിച്ചുള്ള വാതിലുകൾ, വിശാലതയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. ക്രിസ്തീയ ജീവിതമാകുന്ന വഴി ഞെരുക്കമുള്ളതാണ്. ആ വാതിൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിലാണ്. ആ വാതിലൂടെ അകത്ത് കടക്കുന്നവർ ചുരുക്കമാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം. നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഒരു വാക്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കെല്ലാം കാണാപ്പാടമാണ് മിക്കവർക്കും. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായ തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് കേട്ടോ. അപ്പം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം നഷ്ടമാകുവാൻ ഹേതുവാകേണ്ടതിന് കാണുന്നതും താൽക്കാലികവുമായ ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾ കാട്ടി ഈ ലോകത്തിന്റെ പ്രമോദങ്ങൾ വാഗ്ദാനം ചെയ്ത് പിശാച് അനേകരെ വശീകരിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകും. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. പത്രോസിന്റെ 1-ാം ലേഖനം 5-10 വാക്യത്തിൽ 1 പത്രോസ് 5:10 പത്രോസ് പറയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസ നിമിത്തം അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്നുവെങ്കിൽ സർവകൃപാലുവായ ദൈവം നമുക്ക് ക്രിസ്തുവേശുവിൽ തന്റെ തേജസ്സിന്റെ നിത്യഘനം നൽകിത്തരും എന്ന് പത്രോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 8:17-18 വാക്യങ്ങൾ. റോമർ 8:17-18 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ ലോകത്തിന്റെ പ്രതാപങ്ങളും പ്രമോദങ്ങളും കാട്ടി വശീകരിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താന്റെ കെണികളായ കുറുക്ക് വഴികൾ വിട്ടൊഴിഞ്ഞ് യേശു കാട്ടിയ മാതൃക പിന്തുടർന്ന് ദൈവമൊരുക്കിയ വഴിയിലൂടെ മാത്രം, അത് കഷ്ടതകളുടെ കല്ലുകൾ നിറഞ്ഞ ദുർഘടമായ പാതയായിരിക്കുന്നുവെങ്കിലും അതിൽ കൂടെ മാത്രം നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കുവാൻ നാം സവിഷ്ഠത കാണിക്കണം. 3-ാമത്തെ പരീക്ഷയിൽ മറ്റൊരു കണി പിശാച് ഒരുക്കിയിരുന്നു. അത് പിശാചിന്റെ അതിപുരാതനമായ മോഹമായിരുന്നു. പിശാചിന്റെ അതിപുരാതനമായ ഒരു മോഹം 3-ാമത്തെ പരീക്ഷയിലുള്ള മറ്റൊരു കണി. പിശാചിന്റെ അതിപുരാതനമായ മോഹം ഒരു ദുർമോഹമാണ്. അതെന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഏദൻ തോട്ടത്തിൽ പിശാചിന്റെ അതിപുരാതനമായ ഒരു മോഹം. സമയം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ. അതന്നെ 14:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്നോടെ ആ ജ്ഞാനം എന്നുള്ള പദം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുക, സ്ക്രീനിലുണ്ട്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ
സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതകൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അത്യുന്നതനോട് സമനാകുക. ഞാൻ ഇപ്പൊ തന്നെ നിർത്താം, ഒരു 2 മിനിറ്റിൽ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അത്യുന്നതനോട് സമനാകുക എന്നത് പിശാചിന്റെ നിതാന്തമായ ദുർമോഹമായിരുന്നു. അവന്റെ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നത് യെശയ്യാ പ്രവചിക്കുന്നതിൽ ഒന്ന് നോക്കി. പല കുറി ഞാൻ എന്റെ സ്വാർത്ഥതയുടെ ഈ വാക്കുകൾ നമുക്ക് സാത്താൻ ഒരുവിടത കാണുന്നുണ്ട്. തന്നെ എല്ലാവരും നമസ്കരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ദൈവപുത്രനായ യേശുവിനോട് വീണെന്നെ നമസ്കരിച്ചാൽ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അവയുടെ മഹത്വത്തെ നിനക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ യേശു അവനെ നമസ്കരിക്കാതെ അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിശാചിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വശീകരിക്കപ്പെടാതെ യേശു പിശാചിന്റെ വാഗ്ദത്തത്തിൽ, യേശു പിതാവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നു. പിതാവിന്റെ വാഗ്ദത്തം എന്താണ്? 2-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. യഹോവ തന്റെ അഭിഷക്തനോട് മെശിയയോട് അരുളി ചെയ്തിട്ടുള്ളതാണ്. ദേവദാസനായ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. മശിഹയ്ക്ക് പിതാവ് വാഗ്ദാനം നൽകിയതാണിത്. പിതാവിന്റെ വാഗ്ദത്തത്തിൽ മാത്രമേ യേശു വിശ്വസിച്ച് ആശ്രയിച്ചിരുന്നുള്ളൂ. ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി പ്രാപിക്കുവാൻ പിശാചിന്റെ കുറുക്കു വഴി തെരഞ്ഞെടുക്കാതെ യേശു അവനെ ഭത്സിച്ച് അകറ്റിയതായി കാണുന്നു. ഇന്നേ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ആ ടോപ്പിക്ക് തീർന്നിട്ടില്ല, എന്നാൽ 15 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യുകയാണ്. സഹോദരൻ ജോൺ പ്രാർത്ഥിച്ചാട്ട് ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജോൺ പ്രാർത്ഥിച്ചാട്ട്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തു. ഞാനാണ് സാറേ. അതെ അതെ അതെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. താബോർ ബൈബിൾ കോളേജിന്റെ നേതൃത്വത്തിൽ കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ നാമത്തെ വചനത്തെ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് കർത്താവ് വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവ് അധ്യാപകരെ, അങ്ങയുടെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുകരത്തിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയോടെ ജ്ഞാനത്തോടെ കർത്താവെ, അങ്ങയുടെ ദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി അരുളുന്നതായ വചനത്തിന്റെ നന്മകളെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് അത് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങളേവരും കർത്താവ് ഏകമനസ്സോടെ കർത്താവ് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളേവരും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരായ എല്ലാ ഞങ്ങൾ കർത്താവ് വിദ്യാർത്ഥികളായിരിക്കുന്ന ഞങ്ങളേവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊന്നും ഇല്ലാതെ വണ്ണം ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. ഞങ്ങളുടെ അറ്റൻഡൻസുകൾ കുറയാതെ വണ്ണം ദൈവസേനയിലായിരിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്യാപകരെല്ലാം അനുഗ്രഹിക്കണം. താബോർ ബൈബിൾ കോളേജിന്റെ കർത്താവ് എല്ലാ സെക്ഷനുകളുമായിരിക്കുന്ന അധ്യാപകരെല്ലാം എൻ്റെ ദൈവം അനുഗ്രഹിക്കണം. ഇനിയും മുന്നോട്ട് പോകുവാൻ എല്ലാവരും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏവരെയും താഴ്ത്തുന്നു, പൊന്നുകരത്തിൽ സമർപ്പിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദേവനയിൽ ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അന്ന് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും താങ്ക് യു സർ.